ഒരിക്കൽ പാർവതി ദേവി ഒരു കൊടുംവനത്തിൽ മണൽ കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി പൂജിക്കാൻ പുഷ്പങ്ങൾ ശേഖരിക്കാൻ പോയ ദേവി തിരികെ വന്നപ്പോൾ കണ്ടത് ചില സന്യാസിമാർ ആ ശിവലിംഗത്തെ പൂജിക്കുന്നതാണ്. അവരിൽ ഒരാളായി ഭഗവാൻ ശിവൻ വേഷം മാറി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ശിവലിംഗത്തിൽ സന്യാസിമാർ മാംസം അർപ്പിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ പാർവതി ദേവിക്ക് കോപം വന്നു. നിങ്ങൾ എന്തിനാണ് ശിവലിംഗത്തിൽ മാംസം അർപ്പിക്കുന്നത്? ശിവലിംഗത്തിൽ കൂവളത്തിലെയും ധതൂരയും പുഷ്പങ്ങളുമാണ് അർപ്പിക്കേണ്ടത്, മാംസമല്ല, ദേവി പറഞ്ഞു. അപ്പോൾ സന്യാസിയായി വേഷം മാറിയിരിക്കുന്ന ഭഗവാൻ ശിവൻ പറഞ്ഞു, ദേവി, ഈ ലോകത്തിലെ ഓരോ വസ്തുവും ശിവന്റെ സൃഷ്ടിയാണ്. അപ്പോൾ ശുദ്ധവും അശുദ്ധവും എന്താണ്? ഇതും പറഞ്ഞ് അദ്ദേഹം ആ മാംസം ശിവലിംഗത്തിൽ അർപ്പിച്ചപ്പോൾ അത് ശിവലിംഗത്തിൽ അലിഞ്ഞു ചേർന്നു. ഇത് കണ്ടപ്പോൾ പാർവതി ദേവിക്ക് വിശ്വാസമായില്ല. പിന്നീട് ദേവി പൂക്കൾ സമർപ്പിച്ചപ്പോൾ ഭഗവാൻ അത് സ്വീകരിച്ചില്ല. ഇത് കണ്ട പാർവതി ദേവി അത്ഭുതപ്പെട്ടു. അപ്പോൾ ദേവി സന്യാസിമാരോട് ചോദിച്ചു, എന്റെ പൂക്കൾ സ്വീകരിക്കാതെ നിങ്ങളുടെ മാംസം അദ്ദേഹം സ്വീകരിച്ചതിന്റെ കാരണം എന്താണ്? അപ്പോൾ സന്യാസിയായി മാറിയിരിക്കുന്ന ഭഗവാൻ പറഞ്ഞു, ദേവി, ഭക്തി പുറമേ നിന്നല്ല, മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സ്നാനം ചെയ്താൽ ശരീരം വൃത്തിയാകും, പക്ഷേ മനസ്സിന്റെ അഴുക്ക് എങ്ങനെ കളയും? ഏറ്റവും പ്രധാനം മനസ്സിന്റെ ശുദ്ധിയല്ലേ? ഇത് കേട്ടപ്പോൾ പാർവതി ദേവിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പിന്നീട് ദേവി പൂർണ്ണ മനസ്സോടെയും ശ്രദ്ധയോടെയും ഭക്തിയിൽ മുഴുകി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് മഹാകാൽ.